നിള നദിയുടെ തീരത്തെ 5 പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നായ പൈങ്കുളം ശ്രീ തിരുവഞ്ചിക്കുഴി ശിവക്ഷേത്രത്തിൽ ജൂലൈ 24 തീയതി വ്യാഴാഴ്ച ഭക്തജനങ്ങൾക്ക് കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. 27 തീയതി ഞായറാഴ്ച ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശങ്കരനാരായണനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടത്തുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൂട്ടിച്ചേർത്താണ് ഈ പ്രമുഖ പ്രതിഭയെ വിശേഷിപ്പിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് സംസാരിക്കുക എന്നറിയാം. കാരണം ജീവിച്ചിരിക്കുന്ന കാലത്തിനേക്കാൾ വളരെ ശക്തനായ ഒരു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളാണ് കഴിഞ്ഞ 2 വർഷക്കാലമായി ജനങ്ങളിൽ മുഴുവൻ നിറഞ്ഞത്. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് എന്തായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ജനം മനസ്സിലാക്കി. പല കോണുകളിൽ നിന്നും നമ്മളൊന്നും അറിയാതെ പല കോണുകളിൽ നിന്നും എൻ്റെ കൈ മാറ്റിവെച്ച് തന്നത്, എൻ്റെ കാലിന് അസുഖം വന്നപ്പോൾ മാറ്റിയത്, എൻ്റെ കാതിന് ചികിത്സ നടത്തിയത്, എൻ്റെ കണ്ണിന് ചികിത്സ നടത്തിയത് എല്ലാം ഉമ്മൻചാണ്ടിയായിരുന്നു. അത് നേരിട്ട് വിശ്രമമില്ലാത്ത ജനക്കൂട്ടത്തിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടി, ആ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾക്കറിയോ, ഒരു പാവപ്പെട്ടവനെ സഹായിക്കുന്നതിന് വേണ്ടി 43ഓളം ഓർഡറുകൾ, ഗവൺമെന്റ് ഓർഡറുകൾ, 43ഓളം ഗവൺമെന്റ് ഓർഡറുകൾ പാവപ്പെട്ടവനെ സഹായിക്കുന്നതിന് വേണ്ടി മാറ്റി തിരുത്തപ്പെട്ട കേരളത്തിലെ ഏക മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അത് ഉമ്മൻചാണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, കൊച്ചി മെട്രോ, അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി, അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ചരിത്രപരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് പാവപ്പെട്ടവനെ സഹായിക്കാനുള്ള സഹായഹസ്തം നമ്മൾ ഉമ്മൻചാണ്ടി കൈനീട്ടി കൊടുത്തു. DCC ജനറൽ സെക്രട്ടറി ടി.എ. രാധാകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കെ.പി. ഷാജി, സന്തോഷ് ചെറിയാൻ, എ. അസനാർ, കെ. രാധാകൃഷ്ണൻ, സുദേവൻ പള്ളത്ത്, പി.എ. അച്ഛൻകുഞ്ഞ, ഗീത ഉണ്ണികൃഷ്ണൻ, എ. അഷറഫ്, ടി. ഗിരിജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓർമ്മയായി 2 വർഷം തികയുകയാണ്. ഉമ്മൻചാണ്ടി എന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കല്ല, ജനകോടികളുടെ മനസ്സിൽ ഇന്നും ഒരു ആവേശമായി നിലനിൽക്കുന്ന ഒരു പേരാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത്. നേരത്തെ ഇവിടെ പരാമർശിച്ച പോലെ ഉമ്മൻചാണ്ടിയുടെ മഹത്വം ഇവിടെ ഇടതുപക്ഷം പോലെയുള്ള ആളുകൾക്ക് ആ മഹത്വം ഉൾക്കൊള്ളാൻ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ആ നടപടികൾ വേണ്ടി വന്നു അവരുടെ കണ്ണു തുറക്കാൻ. 3 മണിക്കൂർ കൊണ്ട് അവസാനിക്കേണ്ട ആ ഒരു യാത്ര, അന്ത്യയാത്ര, അത് 3 ദിവസം കൊണ്ട്, 3 മണിക്കൂർ കൊണ്ട് നടക്കേണ്ട അന്ത്യയാത്ര 3 ദിവസം കഴിഞ്ഞിട്ടും അത് അവസാനമില്ലാത്തൊരു യാത്രയായി മാറുന്ന ഒരു സ്ഥിതിയാണ്. തദവസരത്തിൽ CPM ബന്ധം ഉപേക്ഷിച്ചു വന്ന വെങ്ങാനല്ലൂർ സ്വദേശിയായ സി ജയേഷിനെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് അംഗത്വം നൽകിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ സ്വീകരിച്ചു. നമ്മൾ പതാക കൈമാറുകയാണ്. ന്യൂസ് ഡെസ്ക് CCTV.